ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രെയർ ഒരു സൂം പ്ലാറ്റ്ഫോമിന്റെ സഹായത്തിൽ ഇത്രയും പേർക്ക് ഒന്നിച്ചു വരുവാൻ ദൈവം അനുവദിച്ചുവല്ലോ. ഒരു പ്രത്യേകമായ ഒരു കാര്യം എന്നുള്ളത് അഭിവന്യ തിരുമേനിയുടെ ആഗ്രഹപ്രകാരം ദൈവം ഈ പ്രാർത്ഥന കൂട്ടായ്മയെ സൗത്ത് വെസ്റ്റ് ഡയോസിസിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് 2 വർഷം തികയാണ്. ദൈവത്തെ വീണ്ടും നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നോമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും പരിശുദ്ധാത്മാവെ നയിക്കണമെന്ന് അപേക്ഷിക്കുവാനും നമ്മെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് അപേക്ഷിക്കുവാനുമായിട്ടും ഏറ്റവും ബഹുമാനപ്പെട്ട എബ്രഹാം അച്ഛൻ പ്രാരംഭ പ്രാർത്ഥന ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. ബാറക്കുമാർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ. ആമീൻ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കൂടിവരവിനെ അനുഗ്രഹിക്കണമേ. ഈ ദിവസം ഞങ്ങൾക്ക് നന്മയുടേതും അനുഗ്രഹത്തിൻ്റെതും കൃപയുടേതുമായി തീരണമേ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചു. ഇപ്പോൾ വീണ്ടും ഞങ്ങളെ കൂട്ടുവരുത്തിയിരിക്കുന്നു. പരിശുദ്ധമായ വലിയ നോമ്പിലേക്ക് അടിയങ്ങൾ പ്രവേശിക്കുന്നു. അതിനുള്ള ഒരുക്ക കാലങ്ങളും ദിവസങ്ങളുമാണല്ലോ ഇത്. ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ഒരുക്കണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. പരിശുദ്ധ നോമ്പിലൂടെ കടന്നുപോയി അവിടുത്തെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ കാഴ്ചക്കാരായിട്ടല്ല, അത് നിന്നോടൊപ്പം അനുഭവിക്കുന്നവരായി ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങൾക്കിടയാകണമേ. നീ ഞങ്ങളെ കരുതുന്ന ദൈവവും താങ്ങുന്ന ദൈവവുമാണ്. ആവശ്യഭാരങ്ങളും ആഗ്രഹങ്ങളും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. അവിടുന്ന് ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അറിയുന്നുവല്ലോ. നിനക്ക് ഹിതകരമെങ്കിൽ സകലതും പൂർത്തീകരിച്ചു നൽകുവാൻ അവിടുന്ന് ഇടയാകണമേ. രോഗികൾ, കഷ്ടതയനുഭവിക്കുന്നവർ, ദുഃഖിതർ, പ്രയാസത്തിലിരിക്കുന്നവർ, പട്ടിണിയിലിരിക്കുന്നവർ എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. സഭയെ അനുഗ്രഹിക്കണമേ, ദേശത്തെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പരിപാലിക്കണമേ. നിങ്ങൾ വാങ്ങിപ്പോരെ അബ്രഹാമെ പോലെ വസിപ്പിക്കണമേ. നിങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം ഇപ്പോഴും നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ദൈവത്തിന്റെ അതിഥന്റെ നാമത്തിന് വീണ്ടും വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തോമസ് മാർ ഇവാഞ്ചലിസ്റ്റ് തിരുമേനിക്കും എല്ലാ വൈദിക ശ്രേഷ്ഠർക്കും കൊച്ചമ്മമാർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും എല്ലാ സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ലോകമെങ്ങുമുള്ള മക്കൾക്കും കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം അറിയിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഒക്കെ നാം സൂചിപ്പിച്ചതുപോലെ വീണ്ടും മാതാവിന്റെ മധ്യസ്ഥതയിൽ ഒരു പ്രാർത്ഥന ആഗ്രഹിച്ചപ്പോൾ ദേവപുരാൻ കറക്റ്റായിട്ടൊരു പ്രാർത്ഥന കൂട്ടായ്മയെ ഏൽപ്പിച്ചു കൊടുക്കുകയും 2 വർഷം തികയും ചെയ്യുന്നു. ഇതിനുവേണ്ടി ഇത് ആർക്ക് വേണ്ടി പ്രാർത്ഥന തുടങ്ങിയ ബഹുമാനപ്പെട്ട ആ കുടുംബത്തെ തുടങ്ങാനായിട്ട് ദൈവം നിയോഗിച്ചതായ ബഹുമാനപ്പെട്ട തമ്പാനൂർ റീസ് അച്ഛൻ, സാലിക്കൊച്ചമ്മ, ഇതിലൊക്കെ നമ്മുടെ എബി അബ്രഹാം അച്ഛൻ, ഐസ്പ്രാസ് അച്ഛൻ, എല്ലാം ഇവിടെ കൂടി വന്ന എല്ലാവരും തന്നെ ഈ പ്രാർത്ഥനാ യോഗത്തിന് വേണ്ടി വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തവരാകുന്നു. ദൈവം തിരഞ്ഞെടുത്തവരാകുന്നു. ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ഡയോസിസിന്റെ മൊത്തം എല്ലാവരും പങ്കെടുക്കുന്നതായ പ്രാർത്ഥനയാവുന്നു. എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. ധ്യാനപ്രസംഗം നടത്താനായിട്ട് വന്നിരിക്കുന്നതായിട്ടുള്ള ബഹുമാനപ്പെട്ട മിന്നികളോട് അച്ഛനും ദൈവ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള 86 കോടി ജനങ്ങളെയും സമർപ്പിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹമാകണമേ. പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭക്ഷണം വെടിയുന്നത് മാത്രമല്ല, നമ്മുടെ വാക്കുകളെയും പ്രവൃത്തികളെയും ചിന്തകളെയും എല്ലാം നിയന്ത്രിക്കണമേ. നമ്മുടെ രാജ്യത്തെയും വിട്ടുവന്ന രാജ്യത്തെയും ഭരണാധികാരികളെയും സഭയെയും എല്ലാവരെയും കുടുംബാംഗങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരാം. പ്രിയപ്പെട്ട സോസമ്മ കുറിയാക്കോസ് പാട്ടുപാടി പ്രാർത്ഥന തുടരുന്നതായിരിക്കും. യേശു അല്ലാതില്ലെനിക്ക് ആശ്രയം ഭൂവിൽ, നിന്മാർവിലല്ലാതില്ലെനിക്കോ വിശ്രാമം ഏറെ. ഈ പാരിലും പാരത്തിലുമെല്ലാം
തേലും നെസ്തോലനൻ പ്രിയൻ എൻ രക്ഷക എൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരെ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയാൻ ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും എന്റെ രക്ഷക എൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രമേൻ വൈദ്യൻ മറ്റാരെയും ഞാൻ കാണുന്നില്ലൻ രോഗശാന്തിക്കായി മാർവിടം എൻ ആശ്രയം എന്നേശു കർത്താവേ എന്റെ രക്ഷക എൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും. പ്രിയപ്പെട്ട ആശ്വാസമേ അനുഗ്രഹിക്കണമേ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ. എല്ലാ വിഷമങ്ങളും ഭാരങ്ങളും എല്ലാം തീർക്കാനായിട്ട് കർത്താവാണുള്ളതെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ബൈബിൾ വായിച്ചായിട്ടുള്ള 80 വയസ്സ് കഴിഞ്ഞ 3 അമ്മാമ്മമാരാണ്. ഭംഗിയായിട്ട് കണ്ണ് കാണാൻ വിഷമം, ചെവി കേൾക്കാൻ വിഷമം ഒക്കെയുള്ള അമ്മമാർ ഭംഗിയായി വേദോത്സവം വായിച്ച് നമ്മെ സഹായിച്ചു. ആ 3 പേരെയും രാഹേൽ അമ്മാമ, സാറാമ്മ ജോർജ് അമ്മാമ, ഐവി ജോൺ അമ്മാമ, അവരെയും കുടുംബത്തെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട എബി അബ്രഹാം അച്ഛനെയും കുടുംബത്തെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. ഇപ്പോൾ നമ്മുടെ വേദപുസ്തക വായന ബൈബിൾ റീഡിംഗ് ആണ്. പ്രിയപ്പെട്ട ജോളി ജോസ് ആണ് വായിക്കുന്നത്. എല്ലാവരും വേദപുസ്തകം തുറന്നു വെച്ച് പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. പൗലോസ് ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 8 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 8 മുതൽ 25 വരെയുള്ള വാക്യം. 1 Thessalonians 5:8-25. നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധം ആയിരിക്കുക. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവീൻ. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ്
അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിപ്പീൻ. സഹോദരരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് യേശുക്രിസ്തുവിൽ ദൈവേഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവീൻ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുമണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ബാരയ്ക്കുമോർ. പ്രിയപ്പെട്ട ജോളി ജോസിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ അനിതാ പ്രാർത്ഥന ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്ന് ഒന്നേക്കും തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നുവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്രഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളുടെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, വിനയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എന്റെ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. കർത്താവെ, നീയല്ലാതെ എന്റെ ആശ്രയം ആരാകുന്നു? നിന്റെ രഹസ്യങ്ങൾ എത്രയും വിസ്മയിക്കത്തക്കവയായാൽ നിനക്ക് സ്തുതി. നിന്റെ ശോഭയാൽ എല്ലായ്പ്പോഴും ശോഭിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ സ്നേഹിതന്മാർ ഭാഗ്യവാന്മാരാകുന്നു. നീ നിന്നെ തന്നെ അവർക്ക് സമ്മാനമായി കൊടുക്കുന്ന എന്റെ ദൈവമേ, നിന്റെ കൃപയാൽ ദുർവികാരങ്ങളാകുന്ന അങ്കിയെ ഞങ്ങളിൽ നിന്ന് ഉരിഞ്ഞു കളയണമേ. ഞാൻ ഈ ലോകം വിടുന്നതിന് മുമ്പ് നിന്റെ പരിശുദ്ധ പ്രകാശമാകുന്ന അങ്കി എന്നെ ധരിപ്പിക്കണമേ. എന്റെ കർത്താവെ, നിന്റെ കാഴ്ചയുടെ ശോഭ എനിക്ക് ആഹാരമായിട്ട് നൽകണമേ. നിന്റെ നിത്യതയുടെ മടിയിൽ മറവായിരിക്കുന്ന രഹസ്യങ്ങൾ സന്തോഷിക്കുന്ന പാനീയമായിട്ട് എനിക്ക് വെളിപ്പെടുത്തണമേ. എന്റെ കർത്താവെ, എന്നെ നിന്റെ ഏകപുത്രന്റെ ശരീരത്തിൽ അവയവമാക്കി തീർക്കണമേ. നല്ലവനായ പിതാവേ, ഞാൻ അയോഗ്യനെങ്കിലും നിന്നെയുള്ള സ്നേഹവും ഭക്തിയും എനിക്ക് നൽകണമേ. പിശാചുക്കളുടെ അസൂയയ്ക്ക് പാത്രമായിരിക്കുന്ന നിന്റെ ജാതിയെ നിന്റെ സ്ലീവായുടെ ചിറകിൻ കീഴെ മറച്ചു കൊള്ളണമേ. വിശ്വാസികളായ വാങ്ങിപ്പോയവരുടെ മുഖത്ത് നിന്റെ പ്രകാശത്തെ ശോഭിപ്പിക്കണമേ. ദൈവമേ, എന്നേക്കും നിനക്ക് സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. ആമീൻ. ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരുന്നതായിരിക്കും. പ്രിയപ്പെട്ട ശോഭനയാണ് പാടുന്നത്. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം
മുന്തിരി നീരാ കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ വിസ്മയത്തിൽ മുഴുകി ലോകരെന്ന് വിസ്മൃതിയിൽ തുടരും ലോകരിന്ന് മഹിമ കാട്ടി യേശുനാഥൻ കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ കാലികൾ മേയും പുൽത്തൊഴുത്തിൽ മർത്യനായി ജന്മമേകീശൻ കാലികൾ മേയും പുൽത്തൊഴുത്തിൽ മർത്യനായി ജന്മമേകീശൻ മെഴുതിരി നാളം പോലെ എന്നും വെളിച്ചമേകി ജഗത്തിനെന്നും മെഴുതിരി നാളം പോലെ എന്നും വെളിച്ചമേകി ജഗത്തിനെന്നും ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ ആഹാ ഞാൻ എത്ര ഭാഗ്യവാനേശു എൻ ജീവനേ കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ ഊമയെ സൗഖ്യമാക്കിയിടയൻ അന്ധനു കാഴ്ചയേകി നാഥൻ ഊമയെ സൗഖ്യമാക്കിയിടയൻ അന്ധനു കാഴ്ചയേകി നാഥൻ പാരിതിൽ സ്നേഹസൂനം വിതറി കാൽവറിയിൽ നാഥൻ പാദമിടറി പാരിതിൽ സ്നേഹസൂനം വിതറി കാൽവറിയിൽ നാഥൻ പാദമിടറി ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ ആഹാ ഞാൻ എത്ര ഭാഗ്യവാനേശു എൻ ജീവനേ കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകമിന്ന് മഹിമ കാട്ടി യേശുനാഥൻ കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ മഹിമ കാട്ടി യേശുനാഥൻ. താങ്ക് യു. പ്രിയപ്പെട്ട ശോഭനയും കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ വന്ന കുഞ്ഞ് ജെനിവീവ് ഡിയാന ജോണിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ കുടുംബം ആണ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അച്ഛൻ കുടുംബങ്ങളെയും. അതുപോലെ തന്നെ ഒരു പ്രിയപ്പെട്ട ഒരു സഹോദരി അവിടെ നിന്ന് യാത്രയായ സൂസൻ ജോസഫിന്റെ ആത്മാവിനെയും ദേവസ്വന്റെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് 2009 മുതൽ ഒക്കെയും ഭാരവാഹിത്വം ഒക്കെയും വിട്ടാലും നിരന്തരമായി പങ്കെടുക്കുന്ന ഓരോ മർത്തമറിയം സമാജത്തിന്റെ ഭാരവാഹികളെ അംഗങ്ങളെയും സന്തോഷത്തോടെ ഏറ്റവും സ്നേഹത്തോടുകൂടി ദേവസ്വത്തെ സമർപ്പിക്കുന്നു. നമ്മുടെ ധ്യാന പ്രസംഗമാണ്. ബഹുമാനപ്പെട്ട ഭിന്നക്കുരുവുള്ള അച്ഛനെ ബഹുമാനപ്പെട്ട എബി അബ്രഹാം അച്ഛൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയമാണ്. ഏറ്റവും പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ. കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ളവർക്ക് സൗഖ്യമാകുവാനും അനുഗ്രഹമാകുവാനും പ്രത്യേകിച്ച് നമ്മുടെ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഒരു ധ്യാനപൂർവ്വം നോമ്പിലേക്ക് പ്രവേശിക്കാൻ ഇടയാകണമെന്നും
പ്രാർത്ഥനയോടെ ഇരിക്കണമെന്ന് സ്നേഹത്തോടു കൂടി ഓർമ്മിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അബ്രഹാമച്ചൻ ബെന്നിക്കുള്ള അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൽ പ്രിയരെ, നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടി വന്നു. ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ. ബാക്കിയുള്ള ദിവസങ്ങൾക്ക് പ്രാധാന്യമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. കുറച്ചുകൂടി ജാഗ്രതയോടെ ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്ന അല്ലെങ്കിൽ ആയിരിക്കേണ്ട ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പാട്ട് കേട്ടു. ഇപ്പൊ നമ്മൾ കേട്ടത് കാനാവിലെ കല്യാണ വിരുന്നിനെ കുറിച്ചുള്ള പാട്ടാണ്. ആ പാട്ടിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സാഹചര്യവും അറിയാം. നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, നോമ്പിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള സാധനമാണ് ഗിത്താർ. ഗിത്താറ്, അതിൽ കുറച്ച് കമ്പികളുണ്ട്. അത് മധുരകരമായ ശബ്ദം അതിൽ നിന്ന് വരണമെങ്കിൽ അത് ട്യൂൺ ചെയ്യണം. അതെങ്ങനെയാ ട്യൂൺ ചെയ്യുന്നത്? അത് അമിതമായി ട്യൂൺ ചെയ്താൽ അല്ലെങ്കിൽ അത് മുറുക്കി വെച്ചാൽ ആ കമ്പികൾ പൊട്ടിപ്പോകും. അയച്ചു വെച്ചാലോ അതിൽ നിന്ന് ശബ്ദം ഒട്ട് വരികയില്ല. അതുകൊണ്ട് there is a space in between that. ഇതിന്റെ ഇടയ്ക്ക് അതിനെയാണ് ട്യൂൺ ചെയ്യുക എന്ന് പറയുന്നത്. That's what happens in the Lent. അതാ നോമ്പിൽ സംഭവിക്കുന്നത്. അങ്ങനെ ഒരു ട്യൂണിങ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ഇടങ്ങളിലൊക്കെ നമുക്ക് അപശബ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ കമ്പികൾ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇവയെല്ലാം എടുത്ത് നഷ്ടപ്പെട്ടു പോയ ശബ്ദങ്ങളും മാധുര്യമുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങളുമൊക്കെ ഒരുമിച്ച് ചേർത്ത് നല്ല സുന്ദരമായ ഒരു ഗാനം കേൾപ്പിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളെ തന്നെ നമ്മൾ ട്യൂൺ ചെയ്യാം. ഈ ട്യൂണിങ് നമുക്ക് എങ്ങനെ സാധിക്കും? അതിനാണ് നോമ്പ് ചില ചിട്ടവട്ടങ്ങളും ചില ക്രമീകരണങ്ങളും ഒക്കെ നോമ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, സഹായിക്കുക, ഇതൊക്കെയാണ് നോമ്പിന്റെ പ്രധാനപ്പെട്ട ഇടങ്ങൾ. എന്തിനാണ് നോമ്പിൽ ഉപവാസം പറയുന്നത്? ഉപവാസത്തിന് 2-3 കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പെട്ടെന്ന് 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും. ഒന്ന്, സ്വയമായി ഒരു മരുഭൂമി നമ്മൾക്ക് ചുറ്റും ഉണ്ടാക്കുന്നതിനെയാണ് ഉപവാസം എന്ന് പറയുന്നത്. ഭക്ഷണം ഉപേക്ഷിക്കുക എന്ന് മാത്രമല്ല, നമുക്ക് ചുറ്റും ഒരു മൗനം, ശാന്തത, ഇതൊക്കെ സൃഷ്ടിച്ചെടുക്കണം. ശബ്ദമുഖരമായ ലോകത്ത് നിന്ന് കർത്താവ് പലപ്പോഴും പ്രാർത്ഥിക്കാൻ മലയുടെ മുകളിലേക്ക് കയറിപ്പോയതിന്റെ കാരണവും കാര്യവും എന്താണെന്ന് ചോദിച്ചാൽ, ശബ്ദമുഖരിതമായ ഇടങ്ങളിൽ നിന്ന് ഒന്ന് മാറിപ്പോയി ശാന്തമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട്, ഉപവാസം തിന്മയ്ക്കെതിരെയുള്ള ആയുധമായി ഉപയോഗിക്കണം. അതുകൊണ്ട് നമ്മൾ ഈ മുസ്ലിം സഹോദരങ്ങളെ കാണാറുണ്ട്. ഒരു തുള്ളി തുപ്പൽ പോലും ഇറക്കാതെ നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകൾ എത്ര ശ്രദ്ധയോടെയും കാര്യമായിട്ടുമാണ് ആ നോമ്പിനെ കാണുന്നത്, ഗൗരവത്തോടെയാണ് ആ നോമ്പ് കാണുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ശരീരത്തെ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തെയും ഒരുപോലെ ക്രമീകരിക്കാൻ ഉപവാസം ഇടയാകും. മൂന്നാമത്, നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിന്റെ ഏകാഗ്രതയെ തിരിച്ചു പിടിക്കാൻ ഈ ഉപവാസം നമുക്ക്. ഈ വിശപ്പ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും അനുഭവിച്ചിരിക്കേണ്ട, അറിയേണ്ട ഒന്നാണ് വിശപ്പ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്നും നമ്മൾ വിശക്കാൻ അനുവദിക്കാറില്ല. പക്ഷെ നമ്മൾ അനുവദിക്കണം. വിശപ്പ് എന്തെന്നറിയാൻ അവരെ അനുവദിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഇല്ലാതെ പോകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകുന്നത് തിരിച്ചറിയാൻ പറ്റാതെ വരും. മറ്റുള്ളവരുടെ വേദനകളും സങ്കടങ്ങളും അറിയാതെ വരും. സച്ചിദാനന്ദൻ എന്ന് പറയുന്ന ഒരു കവിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ ഒരു കവിതയുണ്ട്. ആ കവിതയിൽ ഒരു ക്ഷേത്രം സന്ദർശിച്ചിട്ട്
തന്റെ മകളുമായി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഭക്തനായ മനുഷ്യൻ. അയാൾ ഇറങ്ങി വരുമ്പോ ഒരുപാട് ആളുകൾ ഇങ്ങനെ റോഡിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾ തന്റെ മകളുടെ കണ്ണ് പൊത്തി, എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ളതൊന്നും കണ്ട് എന്റെ കുഞ്ഞ് വളരേണ്ട കാര്യമില്ല. അപ്പൊ കവി അവിടെ ചോദിക്കുന്നത്, ഇങ്ങനെ കണ്ണു പൊത്തുന്നത് എന്ത് കാണാതിരിക്കാനാണ്? ഇതൊക്കെ കാണാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഈ കഷ്ടത അനുഭവിക്കുന്ന, വേദനപ്പെടുന്ന ആളുകളെ കാണാനും അവരെ അറിയാനും അവരെ മനസ്സിലാക്കാനും വിശപ്പിന്റെ, രോഗത്തിന്റെ, ദുഃഖത്തിന്റെ അനുഭവങ്ങളെ മറ്റുള്ളവരിൽ വരുമ്പോൾ അതിനെ തിരിച്ചറിയാനും കഴിയത്തക്ക വിധത്തിൽ അവരെ പ്രാപ്തരാക്കാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. നമ്മൾ കഷ്ടമെന്ന് പറഞ്ഞങ്ങ് പോവുകയല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ ആ കഷ്ടത്തിലേക്ക് അവരെ അത് അനുഭവിക്കാൻ, പഠിപ്പിക്കാൻ, മനസ്സിലാക്കണം. ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് വായിച്ച ഒന്നാണ്, ധനികനായ ഒരു മനുഷ്യൻ തന്റെ കുഞ്ഞിനെ, തന്റെ മകൻ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ 1 വർഷക്കാലം നീ ഒരു ഹോട്ടലിൽ പോയി പണിയെടുക്കണം. പണിയെടുക്കുന്നത് ക്യാഷ്യറായിട്ടിരിക്കാനല്ല, മേശ തുടയ്ക്കണം, അടുക്കളയിൽ ജോലി ചെയ്യണം. ആ പട്ടണത്തിൽ ജീവിക്കുന്ന ആളുകളെ മുഴുവൻ നീ കണ്ട് മനസ്സിലാക്കി എങ്ങനെയാണ് ആളുകൾ ജീവിക്കുന്നത് അറിയണം. 1 വർഷക്കാലം ട്രെയിനിങ് കൊടുത്തു. എന്നിട്ടാണ് അദ്ദേഹം ബിസിനസ്സിലേക്ക് ആ മകനെ കൊണ്ടുചെന്ന് ഇരുത്തിയത്. നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ? പണം ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ മക്കളെ കഷ്ടത അനുഭവിക്കാതെ വളർത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്, പ്രയാസം അറിയാതെ. ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, നോമ്പ് ഈ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന മനുഷ്യനെ തിരിച്ചറിയാനുള്ളതാണ്. അത് അറിയുന്ന ഒരു ജനതയെ വളർത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മളെ തന്നെ പ്രാർത്ഥനാപൂർവം അറിയണം എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് പ്രിയപ്പെട്ട വിന്നി കുരുവിള അച്ഛനാണ്. അച്ഛൻ നമ്മുടെ ഭദ്രാസനത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികനാണ്. ഇപ്പോൾ കാനഡ ഭദ്രാസനം മാറിയത് കൊണ്ട് അച്ഛൻ അങ്ങോട്ട് പോകേണ്ടതാണ്. പക്ഷേ ദൈവകൃപയാൽ അച്ഛൻ ഇപ്പോൾ നമ്മുടെ ഭദ്രാസനത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. ജാക്സൺവിൽ ഇടവകയുടെ വികാരിയായി ബഹുമാനപ്പെട്ട അച്ഛൻ സേവനം അനുഷ്ഠിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനും ഞാനും തമ്മിലുള്ള ബന്ധം വർഷങ്ങൾക്ക് മുമ്പുള്ള ബന്ധമാണ്. സെമിനാരിയിൽ പഠിക്കുന്ന കാലം മുതലുള്ള ബന്ധമാണ്. അച്ഛനേക്കാൾ വളരെ സീനിയർ ആണെങ്കിലും അച്ഛനുമായിട്ട് ആ കാലം മുതലുള്ള ബന്ധം വളരെ ദൃഢമായി ഇന്നും അത് കാത്തു സൂക്ഷിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെ ക്ഷണിച്ചപ്പോൾ തന്നെ അച്ഛൻ വളരെ സന്തോഷത്തോടു കൂടി ഇന്നത്തെ ഇതിലേക്ക് വരാമെന്ന് ഏറ്റു. പ്രിയപ്പെട്ട അച്ഛൻ സൺഡേ സ്കൂളിന്റെ ഫ്ലോറിഡ റീജിയന്റെ വൈസ് പ്രസിഡന്റായി സേവനം അനുഷ്ഠിക്കുന്നു. അതിന് TTC ഡിപ്ലോമ പ്രവർത്തനങ്ങളുടെ ചുമതല അച്ഛൻ വഹിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ സാന്നിധ്യത്തിന് എല്ലാവിധമായ സന്തോഷവും ഈ സമയത്ത് അറിയിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ട അച്ഛനെ ഇന്നത്തെ ദൈവവചന ഘോഷണത്തിനായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കേൾക്കാമോ അച്ഛാ? കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം അച്ഛാ, കേൾക്കാം. തുടങ്ങട്ടെ. ആ, ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട എബി അച്ഛൻ, ഇന്നത്തെ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന വൈദിക സഹോദരങ്ങളെ, വർത്തമാന സമാജത്തിന്റെ ജനറൽ സെക്രട്ടറി മിസസ് ഷിനി കുര്യൻ ലിജോ, ട്രഷറർ മിസസ് ഷീന പൊന്നൂസ്, അത് ജനറൽ സെക്രട്ടറിമാരെ, യൂണിറ്റ് പ്രവർത്തകരെ, സംബന്ധിക്കുന്ന എവരുവേ, ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മിച്ചതുപോലെ നമ്മൾ പരിശുദ്ധ വലിയ നോമ്പിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 40 ദിവസത്തെ ഉപവാസത്തിന്റെയും ആത്മതപനത്തിന്റെയും നാളുകളാണ് നമുക്കിനിയും വരുവാനുള്ളത്. ആ നാളുകളോട് ചേർന്ന് നമ്മൾ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനത്തോടെ ഓർക്കുവാനും പുനരുദ്ധാന പെരുന്നാളിനെ സംബന്ധിച്ച് പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയിൽ ജീവിപ്പാൻ തക്കവണ്ണമുള്ള ഒരു വലിയ വിളി നമുക്കുണ്ട് എന്ന് ഉള്ളത് മുന്നമേ ഓർപ്പിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ മരുഭൂമിയിലെ 40 ദിവസത്തെ കഷ്ടാനുഭവത്തെയാണല്ലോ, കർത്താവിൻ്റെ മരുഭൂമിയിലെ 40 ദിവസ ഉപവാസത്തെയാണല്ലോ നമ്മുടെ ഈ വലിയ നോമ്പ് അനുസ്മരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചില ചിന്തകൾ
ഞാൻ ചിന്തിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ശ്രേഷ്ഠമായ വചനങ്ങളെ ഞാൻ ഓർക്കുന്നു. അതിനോട് ചേർത്ത് തന്നെ ചില ചിന്തകളും ഞാൻ ഒരുമിച്ച് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവിനോട് ഏകീഭവിക്കുവാൻ നാം നോക്കുന്ന ഈ നോമ്പ് നമ്മുടെ ലോക ജീവിതമാകുന്ന ഈ മരുഭൂപ്രയാണത്തിലെ പ്രലോഭനങ്ങളെയും പരീക്ഷകളുടെയും മേൽ വിജയം കരുപ്പാൻ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നോയമ്പ് ആത്മശോധനയുടെയും ശുദ്ധീകരണത്തിൻ്റെയും ഒരു അനുഭവമായിട്ട് മാറണം. നമ്മുടെ കർത്താവ് യോർദാനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ച ശേഷം പരസ്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പാണ് മരുഭൂമിയിലെ തൻ്റെ ഉപവാസം നടക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നു, അനന്തരം അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അനന്തരം എന്ന് പറയുന്നത് ഈ മാമോദീസായ്ക്ക് ശേഷമുള്ള ഒരു സന്ദർഭമായിട്ടാണ് പറയുന്നത്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു യഹൂദന്റെ മനസ്സിൽ ആദ്യം വരുന്ന ചിത്രം ഇസ്രയേൽ മക്കള് മരുഭൂമിയിൽ 40 വർഷം അവര് നടന്ന അവരുടെ ആ ശ്രേഷ്ഠമായ അനുഭവം. നമുക്കറിയാം, ചെങ്കടൽ കടന്നയുടൻ അവർ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. ആ മരുഭൂമിയിൽ അവർക്ക് പലതരത്തിലുള്ള പ്രലോഭനങ്ങളും പരീക്ഷകളും ഒക്കെ ഉണ്ടായി. പക്ഷെ ആ പരീക്ഷകളിൽ അവർക്ക് വിജയിക്കുവാനായിട്ട് സാധിച്ചില്ല. പലരും അവിടെ തകർന്നുപോയി. പുതിയ ഇസ്രയേലായ യേശു തമ്പുരാൻ അവർ കടന്നുപോയ ആ പാതകളിലൂടെ തന്നെയാണ് ഇവിടെ സഞ്ചരിക്കുന്നത്. കർത്താവ് പുതിയ ഇസ്രയേൽ മാത്രമല്ല, പുതിയ ആദം കൂടിയാണ്. രണ്ടാമത്തെ ആദം പരാജയപ്പെട്ടെടുത്ത് രണ്ടാമത്തെ ആദം വിജയിക്കുന്നു. യഹൂദ ചിന്ത അനുസരിച്ച് മരുഭൂമി ശാപഗ്രസ്തമായ സ്ഥലമാണ്. വിജനതയിലും വരണ്ട സ്ഥലങ്ങളിലുമാണ് പൈശാചിക ശക്തികൾ അധിവസിക്കുന്നത്. പിശാചിന്റെ ആവാസ സ്ഥലത്ത് ചെന്ന് പിശാചിനെ നേരിട്ട് അവന്റെ മേൽ വിജയം കൈവരിക്കുന്നതാണ് നമ്മുടെ കർത്താവിന്റെ പരീക്ഷകൾ പ്രധാനമായിട്ട് ഓർക്കുന്നത്. നോമ്പ് എന്ന് പറയുന്നത് വളരെ തീവ്രമായ പോരാട്ടത്തിന്റെ നാളുകളാണ് നമുക്കറിയാം. ഉള്ളിൽ വീരെടുക്കുന്ന വിചാരങ്ങളുടെ മേലുള്ള നിയന്ത്രണം, ജീവിതത്തിന്റെ കഷ്ടതകളാകുന്ന പരീക്ഷകളിൽ പതറാതെ ജീവിക്കാനുള്ള കൃപ, കഷ്ടാനുഭവങ്ങളെയും വേദനകളെയും ദൈവകൃപയോടെ സ്വീകരിക്കാനുള്ള ബലം, ജഡത്തിന്റെ അഭിലാഷങ്ങളുടെ മേൽ ഉള്ള വിജയം, ഇതൊക്കെ ഈ പരിശുദ്ധ നോമ്പ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് നേരിട്ടത് 3 വിധത്തിലുള്ള പരീക്ഷകളാണെന്ന് നമുക്കറിയാം. ഒന്നാമത് കല്ല് അപ്പമാകുവാനുള്ള പരീക്ഷയാണ്. ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വയും നേരിട്ടത് ഈ ഒരു പരീക്ഷയാണ്. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം സാത്താൻ കർത്താവിനോട് പറയുന്നത് ഇത് തന്നെ, നീ ദൈവമാകുന്നെങ്കിൽ, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുക എന്നുള്ളത്. ആഹാരം ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ചെന്ന് കർത്താവിനെ പ്രലോഭിപ്പിക്കുന്നത് നമുക്കറിയാം. ജഡത്തിന്റെ മേലുള്ള ഒരു വിജയമാണ് കർത്താവ് സമ്പാദിക്കുന്നത്. നമുക്കറിയാം, ജഡത്തിൽ ശരീരത്തോട് ബന്ധപ്പെട്ട പല തരത്തിലുള്ള ആസക്തികളും പലതരത്തിലുള്ള ആഗ്രഹങ്ങളുമുണ്ട്. അതിൻ്റെ മേലുള്ള ഒരു വിജയം, ഫിസിക്കലായിട്ടുള്ള പരീക്ഷയാണ് ഇവിടെ കർത്താവ് നേരിടുന്നത്. ഫിസിക്കലായിട്ടുള്ള പരീക്ഷ നേരിട്ടതിന് ശേഷം ശരീരത്തിൽ നിന്ന് മനസ്സിന്റെ തലത്തിലേക്കാണ് രണ്ടാമത്തെ പരീക്ഷ പോകുന്നത്. വലിയ ഒരു മലയുടെ മുകളിൽ കർത്താവിനെ കൊണ്ടുവന്നിട്ട് താഴേക്ക് ചാടുക, ഒരാപത്തും വരാതെ സൂക്ഷിക്കുമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, വലിയ ഉയരത്തിൽ നിന്ന് ചാടുമ്പോൾ ഒരു പൊടി പോലും കിട്ടത്തില്ല. അവിടെ അപകടമില്ലാതെ കർത്താവ് രക്ഷപ്പെടുമ്പോൾ വലിയ ഒരു അത്ഭുത പ്രവർത്തകനായി, വണ്ടർ വർക്കറായിട്ട് കർത്താവിന് ആയിത്തീരാൻ തന്നെ വലിയ അംഗീകാരവും റെക്കഗ്നീഷനും ഒക്കെ അവിടെ കർത്താവിന് ലഭിക്കും. ഇന്നൊക്കെ നമുക്കുള്ള വലിയ അച്ഛന്മാർക്കുള്ള വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്ന അപ്രീസിയേഷൻ അഡിക്ഷനാണ്. ആളുകൾ ഏതെങ്കിലും തരത്തിൽ അവരെ അംഗീകരിക്കണം, അവരെ ബഹുമാനിക്കണം. എന്നാൽ കർത്താവിലൂടെ തരുന്ന ഉത്തരം തൻ്റെ മഹത്വം വെളിവാക്കുന്നത് അത്ഭുതം പ്രവർത്തിച്ചില്ല. അത്ഭുതം, കർത്താവിന്റെ മഹത്വം വെളിവാക്കുന്നത് അത് ക്രൂസിന്റെ അനുഭവത്തിലാണ്. മൂന്നാമതായിട്ട് കർത്താവ് നേരിടുന്ന പരീക്ഷ എന്ന് പറയുന്നത് അത് സ്പിരിച്വൽ തലത്തിലാണ്.
ആത്മീക തരത്തിലുള്ള പരീക്ഷയാണ്. ഒന്ന് ആരാധിച്ചാൽ മതി, ഇത് മുഴുവൻ നിനക്ക് കിട്ടും. അത് പവറിനെ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ ലോകം മുഴുവൻ കെട്ടെടുക്കുവാനുള്ള അധികാരത്തിന് വേണ്ടിയുള്ള ഭ്രമം ഇന്ന് ലോകത്തിന്റെ ഒരു വെല്ലുവിളിയാണ്. ആരാധിക്കേണ്ടത് ദൈവത്തെയാണ്. ഒരല്പം വിട്ടുവീഴ്ചകൾ തന്നാൽ ലോകത്തിലെ എന്തും നമുക്ക് നേടിയെടുക്കുവാൻ, ലോകത്തിലെ പലതും നമുക്ക് അധിപരായി തീരുവാനുള്ള വെല്ലുവിളി നമുക്കുണ്ട്. ഇവിടെ മിശിഹായുടെ രാജ്യം സ്ഥാപിക്കുമെന്നും അവിടെ മിശിഹ രാജാവായിരിക്കുമെന്നൊക്കെയുള്ള യഹൂദ സങ്കല്പമുണ്ട്. ഇവിടെ പിശാച് പറയുന്നത്, നീ കഷ്ടപ്പാടും കുരിശും ഒന്നും വേണ്ട, നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നീ നട്ടലിലൊന്ന് വളച്ചാൽ മതി, നീ ഒന്ന് കുനിഞ്ഞാൽ മതി. ത്യാഗവും ക്രൂശുമരണവും ബലിയുമില്ലാതെ നിനക്ക് നിന്റെ ലക്ഷ്യം നേടുവാനായിട്ടൊക്കും. കർത്താവിന് 3 തരത്തിലുള്ള പരീക്ഷകളാണ് ഇവിടെ നമുക്ക് നേടേണ്ടി വന്നത്. ജഡം, ഫിസിക്കൽ, മെന്റൽ ആൻഡ് സ്പിരിച്വൽ. ഇതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായി, ഈ ലോക ജീവിതം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മരുഭൂ യാത്രയാണ്. നമ്മൾ പാടാറുണ്ട്, ഈ മരുഭൂ യാത്ര എത്ര കഠിനം എന്ന് നമ്മൾ പാടാറുണ്ട്. മഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ സഹജ എന്ന് നമ്മൾ പാടാറുണ്ട്. മരുഭൂമി എന്ന് പറയുന്നത് അനിശ്ചിതത്വത്തിന്റെയും അരക്ഷിതത്വത്തിന്റെയും പ്രതീകമാണ്. മനുഷ്യ ജീവിതത്തിലെ അടിസ്ഥാന ഘടകങ്ങളുടെ ദൗർലഭ്യമാണ് ഡെസേർട്ട് എക്സ്പീരിയൻസ്. നോ വാട്ടർ, നോ ഫുഡ്. മനുഷ്യന് ആവശ്യമായിട്ടൊന്നുമില്ല. പ്രതിസന്ധികളും വൈഷമ്യങ്ങളും ഒറ്റപ്പെടലും ചൂടും ഉഷ്ണക്കാറ്റും ഒക്കെ ഇതിൻ്റെ അനുഭവമാണ്. 63-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിതത്തെ മരുഭൂമിയിലെ വരൾച്ചയുമായി തുലനം ചെയ്താണ് അവിടെ പറയുന്നത്. വെള്ളമില്ലാത്ത ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായിട്ട് കാക്ഷിക്കുന്നു. വേദനയും കഷ്ടപ്പാടുമില്ലാത്ത ഒരു ജീവിതവും ലോകത്തിലില്ല എന്ന് നമുക്കറിയാം. വേദപുസ്തകത്തിലെ അതിശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങൾ പോലും നിരാശയുടെയും വേദനയുടെയും നടുവിൽ അവർ തകർന്നു പോയി, അവർക്ക് ജീവിക്കണ്ട എന്ന് പറഞ്ഞ പല സന്ദർഭങ്ങളുണ്ട്. ഏലിയ മരുഭൂമിയിലെ ചൂരച്ചെടിയുടെ തണലിൽ പറയുന്നുണ്ട്, ഇപ്പോൾ യഹോവേ എൻ്റെ പ്രാണനെ അങ്ങ് എടുത്തോണം, എനിക്ക് ജീവിച്ചത് മതി എന്ന് പറഞ്ഞുകൊണ്ട് നിരാശയിൽ കൂപ്പുകുത്തുന്ന എലിയാ പ്രവാചകനെ നമുക്കറിയാം. നമ്മുടെ യോനയുടെ പുസ്തകം നമ്മൾ പഠിച്ചു. അവിടെയും യോനയും മരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. അസ്വസ്ഥതകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നടിക്കുമ്പോൾ നമ്മുടെ ജീവിതം മതി എന്ന് ചിന്തിക്കുന്ന അനേക സന്ദർഭങ്ങളുണ്ട്. മരുഭൂമിയുടെ എല്ലാ അസ്വസ്ഥതകളും ഈ ലോക ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ടൊക്കും. ഒറ്റപ്പെടല്, രോഗം, പിറുവിറുപ്പ്, വഞ്ചന, മനസാക്ഷിയില്ലാത്ത പ്രവർത്തനം, വഞ്ചനയൊക്കെ ഇത് ഈ ലോകത്തിന്റെ പ്രത്യേകതയാണ്. ഇതൊക്കെ ഇവിടെ ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടത്. യോബ് പറയുന്നു, തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. മനുഷ്യന്റെ അസ്വസ്ഥതകളും അരക്ഷിതാവസ്ഥയും മുമ്പന്നത്തെക്കാളും വളരെ ശക്തമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് നമുക്കറിയാം. ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ പോലും ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന അനേകം ആളുകളെ നമുക്കറിയാം. പല പ്രായമുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ ഒറ്റപ്പെടലിന്റെ ആഴം, അവരുടെ മനസ്സിന്റെ വ്യത, അവരുടെ കണ്ണുനീര് ഒഴുകി വരുന്നതൊക്കെ നമുക്ക് പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് നോക്കും. ജീവിതത്തിൽ ഇതുപോലെയുള്ള മരുഭൂമി അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ഈ നോമ്പിന്റെ പരിസമാപ്തിയിൽ നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെയും പങ്കപ്പാടുകളെയും ഒക്കെയാണ് ഓർക്കുന്നത്. അവിടെ ക്രൂശിലെ വേദനയും പങ്കപ്പാടും ഒക്കെ ഓർക്കുമ്പോൾ, അതിനെ ധ്യാനിക്കുമ്പോൾ തമ്പുരാൻ തരുന്ന വലിയൊരു സന്ദേശമുണ്ട്. നിന്റെ വേദനയിൽ, നിന്റെ കണ്ണുനീരിൽ നിന്നോടൊപ്പം ഞാനുമുണ്ട് എന്നുള്ള വലിയ ബോധം. നിന്റെ വേദനയിൽ നിന്നെ താങ്ങാൻ നിന്നോടൊപ്പം ഞാനുണ്ട് എന്നുള്ള വലിയ സന്ദേശം ഈ കഷ്ടാനുഭവ നാളിൽ കർത്താവ് നമുക്ക് തരുന്നുണ്ട്. 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, കഷ്ടകാലത്ത് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നമുക്കറിയാം, ലോകത്തിലെ സ്നേഹിതന്മാർ ഒരു സമയം കഴിയുമ്പോൾ കൈവിടും. നമ്മളെത്ര സ്നേഹിച്ചവരാണെന്ന് പറയുമ്പോഴും അവരെയും സഹായത്തിനൊക്കെ പരിമിതിയുണ്ട്. ദൈവം തരുന്ന സന്ദേശം എന്ന് പറയുന്നത്, നിന്നെ ഞാൻ തള്ളിക്കളയുകയില്ല, നിന്നെ ഉപേക്ഷിക്കുകയുമില്ല എന്നുള്ള ശ്രേഷ്ഠമായിട്ടുള്ള വാഗ്ദത്തമാണ്. മരുഭൂമി എന്ന് പറയുന്നത് വരണ്ടതും ചൂടേറിയതും
കൈപ്പേറിയതുമായ അനുഭവമാണ്. എങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു വലിയ പ്രത്യാശയും ധൈര്യവുമുണ്ട്. തമ്പുരാൻ കൂടെയുണ്ട്. ഡെസേർട്ട് ഈസ് നോട്ട് an end. It is a place where God's providence and provisions are revealed. ദൈവത്തിന്റെ കരുതലിന്റെ ആഴം രുചിച്ചറിയുന്ന ഇടമാണ് മരുഭൂമി എന്നുള്ളത് നമ്മൾ അറിയണം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ഹാഗാറിനെ കാണുന്നുണ്ട്. മരുഭൂമിയിൽ നിലവിളിക്കുന്ന ഹാഗാറിന്റെ ജീവിതത്തിൽ കർത്താവ് നീരുറവ് തുറക്കുന്നുണ്ട്. മരുഭൂമിയിൽ നീരുറവ് തുറക്കുന്ന തമ്പുരാനുണ്ട്. മരുഭൂമിയിൽ ദൈവത്തിന്റെ പരിപാലനമുണ്ട്. ഡ്യൂട്രോണമി 29:4 ദൈവത്തിന്റെ അരുളപ്പാടുണ്ട്, ദൈവത്തിന്റെ കൃപയുണ്ട്. കൃത്യമായി സംസാരിക്കുന്ന ദൈവത്തെ ഹോശിയ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. പ്രിയന്റെ മാർവിടമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ ലോക ജീവിതം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് മരുഭൂമിക്ക് സമാനമാണ്. എന്നാൽ ഈ കഷ്ടതയിൽ, ഈ മരുഭൂ പ്രയാണത്തിൽ തകർന്നു പോകാതെ നിന്നെ താങ്ങുവാൻ തമ്പുരാൻ കൂടെയുണ്ടെന്നുള്ള ഒരു വലിയ ബോധ്യം നമുക്ക് ഈ നോമ്പ് അനുഭവത്തിൽ ഉണ്ടാകണം. രണ്ടാമതായി മരുഭൂമി അനുഭവം എന്ന് പറയുന്നത് ഒരു നിസ്സഹായതയുടെ ഒരു പ്രതീകം കൂടിയാണ്. മരുഭൂമിക്ക് സസ്യങ്ങളെ മുളപ്പിക്കാനോ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കാനോ ഒന്നും കഴിയത്തില്ല. വെള്ളത്തിന്റെ അഭാവം വരൾച്ച മാത്രമല്ല, നിർജീവത്വത്തെയും സൂചിപ്പിക്കുന്നതാണ്. ജീവനില്ലാത്ത അനുഭവത്തെയും സൂചിപ്പിക്കുന്നതാണ്. ആധുനിക മനുഷ്യൻ മറ്റു ഗോളങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ മനുഷ്യൻ അന്വേഷിക്കുന്ന ഒന്നുണ്ട്: ജീവൻ നിലനിർത്താനുള്ള വെള്ളം ഉണ്ടോ എന്നുള്ളത്. മരുഭൂമി വെള്ളമില്ല എന്ന് മാത്രമല്ല, നമ്മിലെ ജലാംശത്തെ, നമ്മിലെ ഊർജത്തെ അത് വലിച്ചെടുക്കുന്ന ഒന്നുകൂടിയാണ്. നമുക്കുണ്ടെന്ന് തോന്നുന്ന പലതും പ്രയോജനരഹിതമാകുന്ന അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലെ മരുഭൂമി അവസ്ഥ. ഒന്നുമില്ലാത്ത അവസ്ഥ, തകർന്ന് താളടിയാവുന്ന അവസ്ഥ. സങ്കീർത്തനം 102 പറയുന്നുണ്ട്. അവിടെ സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിത അനുഭവത്തെ 3 പക്ഷികളോടാണ് അത് ഉപമിച്ചിരിക്കുന്നത്. ഞാൻ 3 വിവരിക്കാനല്ല ആഗ്രഹിക്കുന്നത്. അവിടെ ഒന്ന് പറയുന്നുണ്ട്, ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെ ആകുന്നു. മരുഭൂമിയിലെ വേഴാമ്പലിന് സമമാണ് എൻ്റെ ജീവിതമെന്ന് അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു. അവിടെ വേഴാമ്പലിന്റെ മഴയ്ക്കായിട്ടുള്ള കരച്ചിൽ ഹൃദയ ഭേദകമാണ്. കാരണം ഭൂമിയിലെ ജലത്തിന് അതിൻ്റെ ദാഹം സമീപിക്കാൻ കഴിയില്ല. അതിനെക്കുറിച്ച് പറയുന്നത് അതിന് കഴുത്തിന് വലിയ നീളമാണ്. അത് കുനിഞ്ഞ് വെള്ളം കുടിക്കുമ്പോൾ അതിന് വെള്ളം അകത്തേക്ക് സഖ്യ ചെയ്യുവാനുള്ള പ്രാപ്തി അതിനില്ല. അതിൻ്റെ കഴുത്ത് കുനിഞ്ഞ് ആർത്തിയോടെ അത് ജലം കുടിക്കുമെങ്കിലും അല്പം പോലും വെള്ളം അതിൻ്റെ ഉള്ളിൽ ചെല്ലുകയില്ല. അതുകൊണ്ട് ഉയരത്തിൽ നിന്നുള്ള വെള്ളം, മഴയെയാണത് അത് ആശ്രയിക്കുന്നത്. അതിൻ്റെ ദാഹം തീരുന്നത് ഈ ഉയരത്തിൽ നിന്നുള്ള വെള്ളമാണ്. കടുത്ത ദാഹം വരുമ്പോൾ അത് മഴയ്ക്കായിട്ട് അലറി കരയും. അതിൻ്റെ കരച്ചിൽ ലോകത്തെ പിടിപ്പിക്കുന്നതാണ്. അത് ഹൃദയഭേദകമാണ്. ഉയരത്തിലെ വെള്ളത്തിന് മാത്രമേ ഈ വേഴാമ്പലിൻ്റെ ദാഹം ശമിപ്പിക്കുവാനായിട്ട് ഒക്കെയുള്ളൂ. ഇത് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരവസ്ഥ കൂടിയാണ്. എല്ലാം ഉണ്ട്, പക്ഷെ സന്തോഷമില്ല. എല്ലാ അനുഭവങ്ങളുമുണ്ട്, പക്ഷേ സമാധാനമില്ല. കാലം ചെയ്ത ഭാഗ്യസ്മരണാർഹനായ ഉസ്താദ്യോസ് തിരുമേനി ഞങ്ങൾ സൺഡേ സ്കൂളിലായിരുന്നപ്പോൾ വന്ന് പാട്ട് പഠിപ്പിക്കുന്ന ഒരു പാട്ട് ഇത് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയാണ്. നല്ല ഹോസ്പിറ്റൽസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ആധുനിക സൗകര്യങ്ങളുണ്ട്, പക്ഷെ ആരോഗ്യമില്ല. കുഞ്ഞുങ്ങളുണ്ട്, ആവശ്യത്തിന് സമ്പത്തുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, പക്ഷേ മനസ്സമാധാനമില്ല. നല്ല ഡിഗ്രി ഉണ്ട്, സ്ഥാപനങ്ങളുണ്ട്, ജോലി സ്ഥലങ്ങളുണ്ട്, പക്ഷേ ജോലിയില്ല. ഇതൊക്കെ ലോക ജീവിതത്തിൽ മനുഷ്യന് സഹജമായിരിക്കുന്ന കാര്യങ്ങളാണ്. ആവശ്യത്തിന് എല്ലാം ഉണ്ടെങ്കിലും യഥാസമയം ലഭിക്കാത്ത അവസ്ഥ നമ്മളൊക്കെ പറയുന്നുണ്ട്. ദൈവാധീനം എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ ഫലശൂന്യമായ ജീവിത അനുഭവങ്ങളെ ദൈവകൃപ കൊണ്ട് നിറയുവാൻ ഈ നോമ്പനുഭവം ഇടയാക്കണം. നാളെ കഴിഞ്ഞ് നമ്മളെ കാനായിലെ കല്യാണത്തിന്റെ എവൻഗേലിയോൻ ഭാഗമാണ് നോമ്പിന്റെ ആദ്യത്തെ ദിവസം നമ്മൾ ഓർക്കുന്നത്. നമ്മുടെ ഒഴിഞ്ഞ പാത്രങ്ങളെ വക്കോളം നിറയ്ക്കാൻ നമ്മുടെ ഈ നോമ്പ് അനുഭവങ്ങൾ ഇടയാകണം. നോമ്പ് നമ്മുടെ ജീവിതാനുഭവങ്ങളെ നിറയ്ക്കാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ മാറ്റി തീർക്കണം. മനുഷ്യവർഗത്തിൽ പ്രവേശിച്ച പാപമാണ് മനുഷ്യ ജീവിതത്തെയും പ്രപഞ്ചത്തെയും വരണ്ടതാക്കി തീർത്തതെന്ന് തിയോളജി പറയും. ദൈവിക ചൈതന്യത്തിന്റെ അനുഭവം മനുഷ്യ ജീവിതത്തിൽ
അരണ്ട അവസ്ഥ, മരുഭൂമിയുടെ അവസ്ഥ പ്രദാനം ചെയ്യുന്നു. സമാധാനത്തെ കുറിച്ച് പറയുന്നത് അത് ആടുന്ന ജില്ലയിലെ കിളി എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ യെശയ്യാ പ്രവാചകൻ തരുന്ന ഒരു വലിയ പ്രതീക്ഷയുടെ സന്ദേശമുണ്ട്. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. വരണ്ട നിലം നീരുറവായി തീരും. മെശിഹായുഗത്തിൽ ക്രിസ്തു സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സന്തോഷമാക്കുന്ന അനുഭവത്തെ കുറിച്ച് അവിടെ പറയുന്നത്. ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുമായിട്ടുമായിട്ട് അത്രേ ഞാൻ വന്നത് എന്ന് പറയാറുണ്ട്. നമ്മൾ പാടാറുണ്ട്, ശൂന്യവും പാഴുമായി തള്ളിയതാം ഈ മന്ദിരം തന്നിൽ നിന്ന് ദേവ വന്ന് പാർത്ത് ശുദ്ധി ചെയ്ത് ഈ വീടിന്റെ, നിന്റെ ജീവനുള്ള മന്ദിരമാകുന്ന ഈ വീടിന്റെ നിന്ന അകറ്റണമേ. മരുഭൂമിയായി തീർന്ന നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവം വന്ന് ആവസിച്ച് നമ്മുടെ ജീവിതത്തെ ജീവനും ചൈതന്യമുള്ളതാക്കി തീർക്കാനുള്ള അനുഭവമാണ് നോമ്പ് എന്നുള്ളതാണ് രണ്ടാമത് പറയുവാനായിട്ട് ആഗ്രഹിച്ചത്. മൂന്നാമതായിട്ട് ഈ നോമ്പ്, ഈ മരുഭൂമി അനുഭവം എന്ന് പറയുന്നത്, അത് മരുഭൂമിയിലെ അനുഭവത്തിൽ ഏറ്റവും ദുർഘടം പിടിച്ച ഒരു പ്രതിഭാസമാണ് മരീചികകൾ. മരീചിക നിങ്ങളെ കണ്ടിട്ടുണ്ടാകും. മരീചിക എന്ന് പറഞ്ഞാൽ ദാഹിച്ച് വരണ്ട് ഒരിറ്റു വെള്ളത്തിനായി അത്യാർത്തിയോടെ ചുറ്റുപാടും നമ്മൾ നോക്കുമ്പോൾ ദൂരത്ത് ജലാശയത്തിന്റെ ഓളം വെട്ടൽ പോലെ എന്തോ ഒന്ന് തോന്നും. അത് അത്രയും ദൂരത്താണെങ്കിലും ദാഹിച്ച് വലഞ്ഞ മനുഷ്യൻ ഊർജ്ജം സംഭരിച്ച് എങ്ങനെയെങ്കിലും അവിടെ ചെന്നാൽ അല്പം വെള്ളം കിട്ടുമല്ലോ എന്ന് വിചാരിക്കുക അവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അവിടുന്ന് മാറിപ്പോകും. ഇവൻ ഓടി ഓടി തളർന്ന് ഈ മരുഭൂമിയിൽ തകർന്നു പോകും. അവിടെ ജലാശയം കാണത്തില്ല. ചൂട് പിടിച്ചുയരുന്ന വായുവിന്റെ ചലനങ്ങളാണ് ഈ വെള്ളമായിട്ട് തോന്നിക്കുന്നത്. ഇതിന്റെ പുറകെ പോകുന്ന മനുഷ്യൻ തിരിച്ചു വരവുണ്ടാകില്ല. അവൻ മരുഭൂമിയിൽ തകർന്നു വീഴും, മരിച്ചു വീഴും. യഥാർത്ഥത്തിൽ മരീചികകൾ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമല്ലാത്തതും മനുഷ്യനെ വ്യാമോഹിപ്പിക്കുന്നതുമായിട്ടുള്ളതാണ്. ഈ ലോക മരുഭൂമിയിൽ നമ്മെ ആകർഷിക്കുന്ന, ഭ്രമിപ്പിക്കുന്ന മറ്റ് പലതുമുണ്ട്. അതിൻ്റെ പിന്നാലെ ഓടുന്ന സിയോൻ യാത്രക്കാരാ, നിന്റെ ജീവിതം നാശത്തിലേക്കാണ് എന്നുള്ളതാണ് സങ്കീർത്തന പറയുന്നത്. ഈ ലോകമാകുന്ന മരുഭൂമിയിൽ മരീചികൾക്ക് പിന്നാലെ പോയി ജീവിതം തകർന്ന അനേകം ആളുകളുണ്ട്. നമ്മുടെ ബൈബിളിലും അങ്ങനെയുള്ള മരീചികൾക്ക് പിന്നാലെ പോയി ജീവിതം തകർന്നവരെ കാണുവാനായിട്ടൊക്കും. സിംസോൻ, അബ്ശാലോം, ഇതൊക്കെ നമുക്കറിയാം, അവരുടെ ജീവിതം തകർന്നവരാ. ലോക ചരിത്രത്തിൽ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവിതം നമുക്കറിയാം. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 33 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ലോകം മുഴുവൻ കീഴടക്കുവാനുള്ള വ്യഗ്രതയിലാണ് അദ്ദേഹം പോയത്. ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനുള്ള വ്യഗ്രത. ലോകത്തിന്റെ അധിപനായി ലോകം ഭരിക്കുന്നതിന്റെ പ്രതാപമായിരുന്നു അദ്ദേഹത്തെ ആകർഷിച്ച മരീചിക എന്നുള്ളത്. 33-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ കൂടെയുള്ള ഭടന്മാരോട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കൈ രണ്ടും പുറത്തേക്കിടണം. കാരണം ഈ ലോകത്തിന്റെ ശൂന്യത ലോകം തിരിച്ചറിയട്ടെ. ജ്ഞാനിയായ സലോമോൻ പറഞ്ഞു, എല്ലാം മായ, എല്ലാം മായ, ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നു. കർത്താവ് ഉയർപ്പിച്ച ലാസറിനെ സംബന്ധിച്ചൊരു പാരമ്പര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവിടെ പറയുന്നത്, ലാസർ വീണ്ടും ജീവിച്ചതിന് ശേഷം ലാസർ പിന്നെ ഒരിക്കലും ചിരിച്ചിട്ടില്ല എന്നുള്ളതാണ് ലാസറിനെ കുറിച്ച് പറയുന്ന ഒരു പാരമ്പര്യം. പിന്നീട് അങ്ങോട്ട് ചിരിച്ചിട്ടില്ല. കാരണം എങ്ങനെയാ ചിരിക്കുക? അപ്പുറത്തെ ലോകത്തിന്റെ മഹത്വവും അതിൻ്റെ ശ്രേഷ്ഠതയും കണ്ട ഒരു വ്യക്തി ഈ ലോകത്തിന്റെ നിരർത്ഥത കണ്ട് എങ്ങനെ ചിരിക്കാനാണ്? പൗലോസ് അതുകൊണ്ടാ പറയുന്നത്, എല്ലാം ഛേദമെന്നെണ്ണി, എല്ലാം ചപ്പും ചവറുമായിട്ടെണ്ണി. ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾ നമ്മെ പലതരത്തിൽ മാടി വിളിക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ പിന്നാലെ പോകുന്ന സിയോൻ യാത്രക്കാർ അതിൻ്റെ ജീവിതം തകർച്ചയിലേക്കാണ് എന്നുള്ളത് ഓർക്കണം. നമ്മൾ യോനായുടെ പുസ്തകം നമ്മൾ പഠിച്ചപ്പോൾ അവിടെ അറിയാം, യോനായോട് ദൈവം പറയുന്നു, നല്ല വഴി നിനവയിലേക്കുള്ള വഴിയാ, പക്ഷേ തർശീസിലേക്കുള്ള കപ്പൽ അവിടെ റെഡിയാണ്. ലോകത്തിന്റെ വാതിൽ അത് തുറന്നു കിടക്കുക. അതിൻ്റെ പിന്നാലെ പോകുന്നവർ, നശിക്കുന്നവർ അനേകർ എന്ന് നമുക്കറിയാം. നമുക്ക് ഈ അടുത്തിടെ ലോകത്ത് നമ്മുടെ നാട്ടിലൊക്കെ നടന്ന കൊലപാതകങ്ങളുടെയൊക്കെ
ആ പരമ്പരയൊക്കെ നോക്കിയാൽ എത്രയോ കുഞ്ഞുങ്ങളാ, എത്രയോ ആളുകളാ പ്രിയപ്പെട്ടവരെയൊക്കെ ഇങ്ങനെ നശിപ്പിക്കുന്നത്, കൊല്ലുന്നത്. കഴിഞ്ഞ ദിവസത്തെ സംഭവമാണ്. 23 വയസ്സുള്ള ഒരു കുഞ്ഞ് അവന്റെ അമ്മയെയും അവന്റെ കൂടെ വളർന്ന സഹോദരൻ അനുജനെയും അവന്റെ സ്നേഹിതയെയും ഒക്കെ വെട്ടി ക്രൂരമായിട്ട് നികൃഷ്ടമായിട്ട് ചുറ്റിയ കൊണ്ട് അടിച്ചടിച്ചടിച്ച കൊല്ലുന്നത്. പലതിൻ്റെയും പിന്നിൽ ഈ ലഹരി വസ്തുക്കൾ, ആഡംബരത്തിനുള്ള ആഗ്രഹം, കിട്ടുന്ന ഒന്നും പോരാ എന്നുള്ള ചിന്ത, ഇതൊക്കെ മരീചികകളാണ്. ഇതൊക്കെ മനുഷ്യനെ ആകർഷിക്കുന്ന വലയങ്ങളാണ്. ഈ ലോകത്തിന്റെ ലഹരിക്ക് പിന്നാലെ പോകാതെ ക്രിസ്തുവാകുന്ന ലഹരി ഉള്ളിടത്ത് മാത്രമേ ജീവിതം സംതൃപ്തമാകൂ. കർത്താവ് ശമരിയക്കാരി സ്ത്രീയോട് പറയുന്നുണ്ട്, ഈ വെള്ളം കുടിക്കുന്നവന് വീണ്ടും വീണ്ടും ദാഹിക്കും. ലോകത്തിന്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോയ ഒരു സ്ത്രീയോടാണ് കർത്താവ് പറയുന്നത്, ഈ വെള്ളം കുടിക്കുന്നതിന് ലോകത്തിന്റെ ദാഹത്തിന്റെ പിന്നാലെ പോയാൽ, ലോകത്തിൽ സമരത്തിന് വേണ്ടി പോയാൽ നിന്റെ ജീവിതം നാശത്തിലേക്കാണ്. ക്രിസ്തു ലഹരിയായി മാറുന്നിടത്താണ് നിന്റെ രക്ഷ. ഈ നോമ്പ് രക്ഷകനെ നിന്റെ ജീവിതത്തിന്റെ സർവസ്വമായി കാണുവാൻ കഴിയുന്ന നോമ്പായി മാറുവാൻ നമുക്ക് കഴിയണം. ക്രിസ്തുവിന്റെ പ്രലോഭനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. ജഡാഭിലാഷം, ജഡത്തിന്റെ പ്രലോഭനങ്ങൾ, ആത്മ അതിന്റെ ആ പരീക്ഷകളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ലോകത്തോട് നോ പറയുവാൻ നമുക്ക് കഴിയണം. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വിൽഡർനെസ് ഇസ് എ പ്ലേസ് ഓഫ് ടെസ്റ്റിംഗ് ആൻഡ് റിഫൈൻമെന്റ്. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ട്രാൻസ്ഫർമേഷൻ. മരുഭൂയാത്ര അച്ഛൻ ഓർപ്പിച്ചതുപോലെ നമുക്ക് നമ്മുടെ ടെസ്റ്റിങ്ങും റിഫൈൻമെന്റിനും ഉള്ള സമയമാണ്. അതോടൊപ്പം നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള അവസരമാക്കി നമുക്ക് മാറ്റണം. ഈ ലോകം നമ്മെ സംബന്ധിച്ചിടത്തോളം മരുഭൂ പ്രയാണമാണ്. ഈ മരുഭൂ യാത്രയിൽ നിനക്ക് അഭിമുഖീകരിക്കേണ്ട അനേകം പ്രലോഭനങ്ങളുണ്ട്. അഞ്ചപ്പവും രണ്ടും മീനും കൊണ്ട് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ അവിടെ ശിഷ്യന്മാര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് മരുഭൂമിയാണ്, നേരവും വൈകി. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കരുതലിൻ്റെയും അതുപോലെ ഉണർവിൻ്റെയും ഒക്കെ ഉണർവോടും ജീവിതത്തെ ക്രമീകരിക്കുവാൻ തക്കവണ്ണമുള്ള ദൈവാത്മാവിൻ്റെ ഒരു ശബ്ദമാണ്. ഈ മരുഭൂ പ്രയാണം പ്രതിബന്ധങ്ങളും ക്ലേശങ്ങളും വേദനകളും നിറഞ്ഞതാണ്. നാം ഓർക്കേണ്ടത് ധൈര്യം തരുവാനും കൂടെ ഇരിക്കുവാനും തമ്പുരാൻ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഈ മരുഭൂ പ്രയാണം നിന്റെ ജീവിതം നിർജീവത്വവും തളർച്ചയും ഒക്കെ വരുത്തുന്നെങ്കിൽ ദൈവകൃപ കൊണ്ട് നിറയ്ക്കുവാൻ തക്കവണ്ണം നിനക്ക് കഴിയണം. ഈ മരുപ്രയാണത്തിൽ നിന്നെ മാടി വിളിക്കുന്ന ലോക ഇമ്പങ്ങൾക്ക് പിന്നാലെ പോകാതെ ജീവന്റെ വഴി തെരഞ്ഞെടുത്ത് അതിലൂടെ യാത്ര ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അവസരം ലഭിച്ചതിൽ പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഇതിൻ്റെ എല്ലാ പ്രവർത്തകരോടും അറിയിച്ച് ഇതിൽ സംബന്ധിച്ച കേട്ട എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട അച്ഛൻ്റെ വാക്കുകൾക്ക് പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നോമ്പിലേക്ക് പ്രവേശിക്കുന്നവർ മരുഭൂമിയിൽ എങ്ങനെ ആയിരിക്കണം, മരുഭൂമി എന്താണ്, അതിൻ്റെ വഴിയാത്ര ദുഷ്കരമാണ്, പ്രയാസമാണ്. അതിലൂടെ നമ്മുടെ ജീവിതത്തെ ഭംഗിയായി മുൻപോട്ട് കൊണ്ടുപോകാൻ, അക്കരെ എത്തുവാനുള്ള ഒരു യാത്ര മരുഭൂമി യാത്രയായി നമ്മുടെ യാത്ര സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം എന്നാണ് പ്രിയപ്പെട്ട അച്ഛൻ നമ്മെ ഓർമ്മിപ്പിച്ചത്. പ്രിയപ്പെട്ട അച്ഛൻ്റെ വാക്കുകൾക്ക് നന്ദിയും സ്നേഹവും സൗത്ത് അമേരിക്ക ഡയസസിന്റെ പേരിൽ MMVSന്റെ പേരിലുള്ള എല്ലാ സ്നേഹവും നന്ദിയും സമയത്ത് പ്രത്യേകമായി അറിയിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, ഒന്ന് നമ്മുടെ ബൈബിൾ സ്റ്റഡിയും ഫെയ്ത്ത് സ്റ്റഡിയുമാണ്. അതിൽ അനേകം ആളുകൾ ഇംഗ്ലീഷ് മലയാളം ക്ലാസ്സുകളിലായി അനേകം ആളുകൾ കയറുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇനിയും ആരെങ്കിലും കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പുതുതായി അതിൽ പ്രവേശിക്കാവുന്നതാണ്. പഴയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെക്കോർഡഡ് വേർഷൻസ് കിട്ടും, അതും ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു കാര്യം,
March 15 is our Lenten retreat day. അപ്പൊ നമുക്ക് സൂമിലൂടെയാണ് ഇപ്രാവശ്യം നമുക്ക് റിട്രീറ്റ് നമുക്കുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും അതിൽ സംബന്ധിക്കാം. പ്ലീസ് ബ്ലോക്ക് യുവർ ഡേറ്റ്സ്, സേവ് യുവർ ഡേറ്റ്സ്. ഇസ് March 15. അപ്പൊ നമുക്ക് അതിന്റെ ഫ്ലയർ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ ദയവായി ഞങ്ങളെ ആരെയെങ്കിലും ഒന്ന് അറിയിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സൗകര്യം ചെയ്യുന്നതാണ്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ദയവായി ഞങ്ങളെ അറിയിച്ചാൽ അതിനുള്ള ക്രമീകരണം അതനുസരിച്ച് ചെയ്യുന്നതാണ് എന്നുള്ള കാര്യം കൂടി സ്നേഹത്തോടെ അറിയിക്കട്ടെ. അപ്പൊ March 15 ലെന്റൻ റിട്രീറ്റ് ആണ്. ആ ദിവസം കൂടി എല്ലാവരും ആ ഒരു നോമ്പിന്റെ പ്രധാനപ്പെട്ട ആ സമയങ്ങളിലുള്ള ഒരു യാത്രയായി അതുകൂടെ കാണണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ എല്ലാവരും അതിൽ സംബന്ധിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ബെന്യാക്കുരുവിള അച്ഛൻ്റെ ധ്യാന പ്രസംഗത്തിൽ കൂടെ നമ്മൾ നോമ്പിലേക്ക് നടന്നു കയറുകയാണ്. ബഹുമാനപ്പെട്ട എബി അബ്രാച്ചനും സൂചിപ്പിച്ചല്ലോ. ബഹുമാനപ്പെട്ട ബെന്യാക്കുരുവിള അച്ഛനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണ വശമേ മക്കളെല്ലാം പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രയാണത്തിലേക്ക് മരുഭൂ പ്രയാണത്തിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം പോരാട്ടം, നോമ്പ് പോരാട്ടത്തിന്റെ സമയമാണെന്ന് പറയുന്നത് വളരെ വാസ്തവമാണ്. ആഹാരപദാർത്ഥങ്ങൾ വർജിക്കുക മാത്രമല്ല, ഈ സമയത്ത് പോരാട്ടത്തെ അതിജീവിക്കുവാനും കർത്താവിനോട് ഏകീഭവിക്കുവാനും നമുക്ക് നമ്മെ സഹായിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. പ്രാർത്ഥനയുടെ സമയമാകുന്നുവല്ലോ. നമ്മുടെ വിശുദ്ധ ബാവാതിരുമേനി എല്ലാ അഭിഷിക്തരെയും ഓരോ ഇടവകയിലെ പുരോഹിതന്മാരെയും അഭിഷിക്ത തിരുമേനിമാരെയും കൊച്ചമ്മമാരെയും എല്ലാ സംഘടനകളുടെ നേതാക്കളെയും എല്ലാം പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഓരോ ഇടവകയുടെയും പുരോഹിതന്മാരും ഓരോ ഡയോസിസിന്റെയും തിരുമേനിമാരും എല്ലാം നമ്മുടെ പ്രാർത്ഥന വളരെയധികം അർഹിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. ഓൾട്ടർ ബോയ്സ് ദൈവ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നവരും അവരവരുടെ ജോലി ചെയ്ത് ദൈവവേലയ്ക്കായിട്ട് സമർപ്പിക്കുന്നവരും എല്ലാവരും പ്രാർത്ഥന ബലഹീനരും പാപികളുമായ നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കണമെന്ന് പറയുന്നല്ലോ. ഈ സമയത്ത് പ്രത്യേകിച്ച് നോമ്പിന്റെ സമയത്ത് എല്ലാവരെയും പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. സിക്കായിരിക്കുന്ന എല്ലാവരെയും അഭിഷിക്തരെയും അല്ലാത്തവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട പൈങ്ങോലിയച്ചനെയും എല്ലാ അഭിഷിക്തരെയും കൊച്ചമ്മയും ശുശ്രൂഷിക്കുന്ന എല്ലാവരെയും, അന്നമ്മ, ഫിലിപ്പ്, നെയ്ഥൻ, നോവ, ക്രിസ്റ്റ, ജോസഫ്, ജോവൽ, മാത്യു, ഫെയ്ത്ത്, കുര്യൻ, ലീലാമ്മ, റോസമ്മ, സൂസി, സൂസമ്മ, നിഷ, സാറ, മൈക്കൽ, കുരുവിള, സാബു, ജസി, ചെറിയാൻ, ഡോന, ജിലു, അനിൽ, സ്കാർലറ്റ്, ഏലിയാമ്മ, മറിയാമ്മ, അനിൽ, ബിജിലിസി, എല്ലാവരെയും പേരുകൾ ഇതിലൊന്നും ഒതുങ്ങുന്നില്ല. പ്രയർ തുടങ്ങിയ കാലം മുതലുള്ള എല്ലാ അപേക്ഷകളും സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. സൗഖ്യമായവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇനി സൗഖ്യമാകാനുള്ളവരെയും ആണിപ്പഴുതുള്ള കരങ്ങൾ നീട്ടി സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തലകൾ വണക്കിയിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിലുള്ള പ്രാർത്ഥന റിക്വസ്റ്റുകളും സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. ഇതേ സമയത്ത് ബർത്ത്ഡേസ് ആയിരുന്നവരെ എല്ലാം സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. അന്നമ്മ വർഗീസ് 90 വയസ്സ് തികഞ്ഞ അന്നമ്മ വർഗീസ്, പാം, അഖില, സിയ, സുരേഷ് ഇവരെ സമർപ്പിക്കുന്നു. വെഡിങ് ആനിവേഴ്സറി ആയിരുന്ന പ്രത്യേകിച്ച് 60 വർഷം പിന്നിട്ട കുര്യൻ അച്ചായനൻ, മേരി കുര്യൻ മാമ, അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ബാക്കി എല്ലാവരും പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ലെങ്കിലും സ്തോത്രത്തോടെ സന്നിധിയിൽ വായിക്കുന്നു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഷേബാൻ, ജെലിക്സ്, റിബി, അമിൽ, സോണിയ ഇവരെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ചൊരു പ്രത്യേക കാര്യമുള്ളത്, ഈ ലണ്ടൻ ജേർണിയിൽ കാനഡ റീജിയൻ കുഞ്ഞുങ്ങളെ ലണ്ടൻ ജേർണിയിൽ നേതൃത്വം കൊടുക്കുന്നു. പ്രത്യേകിച്ച് ഒരു മാതൃകാപരമായ കാര്യമാണ്. പ്രാർത്ഥനയോടെ ആ കാനഡ റീജിയനിലെ ലണ്ടൻ ജേർണി കിഡ്സിനെ സമർപ്പിച്ചിരിക്കുന്ന നമുക്ക് പ്രാർത്ഥനയോടെ അവരെ സമർപ്പിക്കാം. ഓർഡിനേഷനിലേക്ക് തയ്യാറെടുക്കുന്ന ടോബി ജോൺ ആൻഡ് ആർഗി ജോർജ്, ആശിഷ് മോഹൻ, സോളമൻ പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്നു. വലിയ ഒരു ഉത്തരവാദിത്വം അവരെ ഏറ്റെടുക്കുന്നത്. പ്രാർത്ഥന അവരെ ഓർക്കാം. ജനറേഷന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാകുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ലഹരി പദാർത്ഥങ്ങള് ഇന്റർനെറ്റിന്റെ നല്ല വശമല്ല, അതിൻ്റെ ചിത്തയായ വശങ്ങൾ, അതിൽ അഡിക്റ്റ് ആയിപ്പോയിട്ട് അനേകം നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ, സൂയിസൈഡ്, ഡിപ്രഷൻ, പഠനത്തോടുള്ള വിമുഖതയും
ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വയ്യാതെ, എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മുൻപേ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കാൻ അവർക്ക് അറിയാൻ വയ്യ. ദിവസത്തിന്റെ പ്രാർത്ഥനയുടെ ഒന്നും പ്രാധാന്യം അറിയാൻ വയ്യ. ഈ ലോകത്തിന്റെ പുറകെ ഓടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ യാചിക്കാം. നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ മക്കളും കുഞ്ഞുമക്കളും ലോകമെമ്പാടുമുള്ള മക്കളെയും കുഞ്ഞുമക്കളെയും നമുക്ക് സമർപ്പിക്കാം. പരീക്ഷയ്ക്കായിട്ട് സഹായം ആവശ്യപ്പെട്ട അനേകരുണ്ട്. നീൽ, ജെസ്സി, സാം, മേഘ, ഇവരെല്ലാം സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ജെയ്സൺ, ജിജി, ഇവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുന്നു. ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. മണപ്പള്ളി ചർച്ചിന് വേണ്ടി സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ കാൽക്കരി ചർച്ച്, അറ്റ്ലാന്റ സെയിന്റ് തോമസ്, സെയിന്റ് ബർണബാസ്, ഹ്യൂസ്റ്റൺ ഗ്രിഗോറിയോസ്, സെയിന്റ് ഗ്രിഗോറിയോസ്, ഡെട്രോയിറ്റ് സെയിന്റ് ഗ്രിഗോറിയോസ്, സെയിന്റ് മേരി സൗത്ത് ഫ്ലോറിഡ, സെയിന്റ് തോമസ് അറ്റ്ലാന്റ, എബി ഫിലിപ്പച്ചന്റെ ചർച്ച്, എല്ലാ ചർച്ചിന്റെയും കൺസ്ട്രക്ഷൻ ദൈവനാമ മഹത്വത്തിനായിട്ട് ആ ചർച്ചസ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 ആൻമാര്, 2 എലിസബത്ത്, ഹാന, കാരളിൻ, ആൽബിറ്റ്, ലോറൻസ്, ഇവർക്ക് എല്ലാവർക്കും വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന കൊച്ചുമോൾ ലാജി, ലാലി, ലത, ലേഖ, ലെത്തു, ലിബി, ലിഡ, ലിൻഡ, ലിനി, ലിസ, ലിറ്റി, ലിയായി, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ലഭിച്ച രേഷ്മാരുമാരെ അവരെയൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവരാജ്യ മഹത്വത്തിനായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുവാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കായി ആഗ്രഹിക്കുന്നവരെ ദൈവസന്നിധിയിൽ ഹാനയ്ക്ക്, റിബേക്കായ്ക്ക്, വിശുദ്ധ മാതാവിനെ എല്ലാം കുഞ്ഞിനെ ദാനം ചെയ്തതും ദൈവമേ ഇവർക്കും കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാർട്ട്നേഴ്സിനായിട്ട് ആഗ്രഹിക്കുന്നവർ, പാർട്ട്നേഴ്സിനെ ലഭിച്ച ദൈവഹിതത്തിനായിട്ട് സമർപ്പിച്ചിരിക്കുന്നവർ എല്ലാവരെയും സമർപ്പിക്കുന്നു. താര, മറിയ, ടിജാറ്റിനു, ജോജി, ക്രിസ്റ്റോ, അതുപോലെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെ പാർട്ട്നേഴ്സിനെ ആഗ്രഹിക്കുന്നവരെ സമർപ്പിക്കുന്നു. വീണ്ടും ഒന്നുകൂടി പ്രിയപ്പെട്ട വേർപാട് ദുഃഖിക്കുന്നവരും ഡിപ്പാർട്ടായിട്ടുള്ള ആത്മാക്കളെ, ടോം സക്കറിയ, എലിസബത്ത് എബ്രഹാം, നമ്മള് അന്ത്രേസ് അപ്പൂപ്പൻ എന്ന് പറയുന്ന കല്ലട അപ്പൂപ്പൻ എന്ന് വിളിക്കുന്ന ആ ബഹുമാനപ്പെട്ട അഭിഷിക്തന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. എല്ലാ അഭിഷിക്തന്മാരുടെ ആത്മാവ്, എല്ലാ പ്രിയപ്പെട്ട ആത്മാക്കളെ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദുഃഖിക്കുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. ഇതേ സമയത്ത് ആശ്രയ, അതുപോലെ കാരുണ്യ നിലയ, പ്രശാന്ത, ഒരുപാട് വളരെ സംഘടനകളുണ്ട്. വീട് ജപ്തി, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഇതിലല്ലാതെ പെയ്യുന്ന മഴ മുഴുവൻ വീടിൽ നിറയുക, പല വിധത്തിലുള്ള സാമ്പത്തിക ക്ലേശങ്ങളെ, ജോലിയില്ലാതെ വിഷമിക്കുന്നവര്, നമ്മുടെ സഹായം ആവശ്യമുള്ള അനേകരുണ്ട്. ഈ നോമ്പ് സമയത്ത് നമ്മുടെ സഹായം ആവശ്യപ്പെടുന്ന എല്ലാവരും നാം പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ നമുക്ക് സഹായം എത്തിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ വന്നു ചേരും. അതുപോലെ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ളവർക്ക് സഹായിക്കാനുള്ള മനസ്സ് കൊടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ എല്ലാവരെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ട മേരി കുര്യൻ അമ്മാമയാണ്. അമ്മാമയ്ക്ക് ചാനും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. 60 വയസ്സ് കഴിഞ്ഞാണ്. സ്വതന്ത്രത്തോടെ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അമ്മാമ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരും കൂടിയാണ് ഈ റിക്വസ്റ്റുകൾ സമർപ്പിച്ചത്. അമ്മാമ നമ്മളെ റെപ്രസെന്റ് ചെയ്ത് ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. മേരിക്കുര്യൻ അമ്മാമ. കേൾക്കാമോ? കേൾക്കാം. നമ്മൾ പ്രാർത്ഥിച്ചോളൂ. മാമ കേൾക്കാമോ എന്ന് ചോദിച്ചിട്ട് വീണ്ടും മ്യൂട്ടായി. പ്രാർത്ഥിച്ചാട്ട്. ഇപ്പൊ ശരിയായി. പ്രാർത്ഥിച്ചാട്ട്. മഹാകാരുണ്യവാനായ കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിൽ പല ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഏതാനും സമയം ചെലവഴിക്കുവാനും ധ്യാനിപ്പാനും അവിടുത്തെ കീർത്തനങ്ങൾ പാടുന്നതിന് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നാഥ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങൾക്ക് ഉത്തരവരണമേ. ഞങ്ങളുടെ ഓരോ ഭവനത്തെയും അവിടുന്ന് വാഴ്ത്തണമേ. നിന്നെയുള്ള വിശ്വാസത്തിലും നിന്നോടുള്ള സ്നേഹത്തിലും അനുസരണയിലും ഞങ്ങളെ നിലനിർത്തണമേ പിതാവേ. കേട്ട വചനങ്ങൾ കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൽ അത് പതിയുവാനും ഞങ്ങളുടെ കാലുകൾക്ക് ദീപവും
ഊടുവഴികൾക്ക് പ്രകാശവും ജീവിതത്തിന് വഴികാട്ടിയുമായി തീരുന്നേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ലോകം ഞങ്ങൾക്ക് സമാധാനത്തെ തരുന്നതല്ലല്ലോ കർത്താവേ. അവിടുത്തെ സമാധാനം കണ്ടെത്തി ഓരോ ദിവസവും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സൃഷ്ടാവേ, ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ ഇഷ്ടപ്രകാരം ഭരിക്കുകയും നയിക്കുകയും ചെയ്യണമേ. വിവിധ പ്രയാസങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും അപകടത്തിൽ നിന്നും രോഗത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദൈവവിശ്വാസവും സമാധാനവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനേ കർത്താവേ, കുഞ്ഞുങ്ങളെ നല്ല ദൈവഭക്തിയെ വളർത്തുന്നതിനും അതിഥികളെ സൽക്കരിക്കുന്നതിനും കർത്താവെ സഹായിക്കേണ്ടവരെ സഹായിക്കുന്നവനും ഉള്ള കഴിവും പ്രാപ്തിയുള്ള മനസ്സോടെ ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഈ സമയത്ത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ. രോഗികളെ ചെന്ന് കാണുവാന്, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അവിടുത്തെ ഹിതം എന്താണെന്നറിഞ്ഞ് പ്രാർത്ഥിക്കുവാനും സമാധാനം അനുഭവിക്കുവാനും ക്ഷമയോടെ അവിടുത്തെ കാത്തിരിപ്പാനും മറ്റുള്ളവരെ പോഷിപ്പിക്കുന്നവരൊപ്പമായി തീരുവാന് മനസ്സലിവേദയ, താഴ്മ, ദീർഘക്ഷമ, സൗമ്യത, കരുണ മുതലായ നല്ല സ്വഭാവങ്ങൾ പ്രത്യേകിച്ച് ഈ നോയമ്പ് വരുന്ന സമയത്ത് ഞങ്ങൾ കർത്താവ് അപ്രകാരം കർത്താവ് ജീവിപ്പാന് ഞങ്ങളെ സഹായിക്കണമേ. നല്ല തോട്ടത്തെ വെച്ച് വിശ്വാസം കാത്ത നീതിയുടെ കിരീടം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം. ഈ സമയത്ത് ഞങ്ങളുടെ മേൽപ്പെട്ടക്കാരെയും പട്ടക്കാരെയും സലതയും വേലക്കാരെയും ഇന്ന് അതിന് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന അച്ഛനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ ഭരണകർത്താക്കൾക്കും ഉദ്യോഗസ്ഥന്മാരെ അനുഗ്രഹിക്കണമേ. സത്യത്തോടും നീതിയോടും മുടക്കം കൂടാതെ എവിടെയൊക്കെയും ചുമതല നിർവഹിക്കാൻ അവരെയൊക്കെ സഹായിക്കണമേ കർത്താവെ. നല്ല കർത്താവെ, അന്യജാതിക്കാരെ സത്യാറിവിലേക്ക് തിരിക്കുന്നതിന് ഞങ്ങളുടെ ജീവിതം അതിന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. പ്രാർത്ഥനയുടെ ആത്മാവിടെ നിറയ്ക്കണമേ കർത്താവെ. എല്ലാ ദൂഷിച്ച സ്വഭാവങ്ങളെയും ഉപേക്ഷിച്ച് കർത്താവെ ഞാൻ എന്ന അഹങ്കാരമില്ലാതെ അവിടുത്തെ അനുഗമിക്കുവാനും അബ്രഹാമിനെയും മോശയെയും പോലെ അവിടുത്തെ അനുസരിച്ച് പാപബോധത്തോട് പശ്ചാത്തപിച്ച് അനുതപിച്ച് ശൗൽ പൗലോസ് ആയതുപോലെ അവിടുത്തെ അനുകരിച്ച് പരിശുദ്ധാത്മ നിറവിൽ അവിടുത്തെ അനുഭവിച്ച് ജീവിക്കുവാന് ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. എല്ലാ കർത്താവെ, നല്ല വചനങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിൽ വസിക്കട്ടെ. അപ്പച്ച കുറ്റങ്ങളെയും കുറവുകളെയും ഒന്നും ഓർക്കരുതേ കർത്താവെ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അവിടുന്ന് അല്ലാതെ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ആശ്രയിപ്പാനോ ആഗ്രഹിപ്പാനോ ഭാരങ്ങൾ പ്രയാസങ്ങൾ സമർപ്പിപ്പാനോ ആരുമില്ല കർത്താവെ. ഏലിയുടെ ബലഹീനതമായ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുമാറാകണമേ. ആദ്യ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപേക്ഷിക്കുന്ന കുറവയോടെ കേട്ട ഉത്തരവരുമാറാകണമേ. ആമേൻ. ബാറക്കുമാർ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസം നമ്മെല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ മേലും വാങ്ങിയവരുടെ ആത്മാക്കളുടെ മേലും സഭയിന്മേലും നാടിന്മേലും വകകളുടെ മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ പ്രാർത്ഥന ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറ്റൻഡ് ചെയ്യുവാനും ഭംഗിയായി നടത്തുവാനും സഹായിച്ച സർവശക്തനായ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഒപ്പം അഭിവന്യ തിരുമേനിക്കും ബഹുമാനപ്പെട്ട അച്ഛനും ഷീനയ്ക്കും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവർക്കും അനുഗ്രഹമാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പിന്റെ യാത്രയില് ദൈവാലയത്തിൽ പ്രവേശിക്കാൻ പോലും താല്പര്യമില്ലാത്ത മക്കൾക്ക് പോലും അനുഗ്രഹമാകുവാനും, നോമ്പ് ഭക്ഷണം വർജിക്കാൻ മാത്രമല്ല നമ്മുടെ വാക്കുകളെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവൃത്തികളെയും എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ഈ യാത്ര വിജയകരമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലകൾ വണക്കിയിരിക്കുന്ന എല്ലാ മക്കളെയും ലോകമെമ്പാടുമുള്ള മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു.